ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറേ ആയി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിനുള്ള സാഹചര്യവും സമയവും ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇന്നിപ്പോൾ നമ്മൾ പൂനെയിലായിരുന്ന സമയത്ത് നമ്മൾ കുറേ സ്ഥലത്തേക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോ ആയിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ടൊന്നും പോസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേയൊക്കെ മടി കാരണം, കുറേയൊക്കെ സമയം കിട്ടാത്ത കാരണം ചെയ്യാൻ പറ്റിയില്ല. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. നമ്മൾ നാട്ടിൽ പോയി ഒരു 1 month ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം വീണ്ടും ഇവിടേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പം നാസിക്കിലേ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 week അടുത്താവാറായി. അപ്പോഴും നമ്മൾ ഇവിടുത്തെ സ്ഥലങ്ങളും പുതിയ സ്ഥലത്ത് താമസിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ വീട്ടിലാവുമ്പോൾ നമുക്ക് സഹായിക്കാനൊക്കെ ഇഷ്ടംപോലെ റിലേറ്റീവ്സും നമ്മുടെ വീട്ടുകാരും തന്നെ ഉണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റായി വരാൻ തന്നെ കുറേ സമയമെടുത്തു. അപ്പം അങ്ങനെ വെറുതെ തിന്നും കുടിച്ചും ഇരുന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയാലോ, അടുത്തെങ്കിലും എവിടെയെങ്കിലും പോയാലോ എന്നുള്ളൊരു തോന്നലുണ്ടായത്. അപ്പം നമ്മൾ ഇരുന്നിട്ട് ഇത് എനിക്കും പുതിയ സ്ഥലം എന്നുള്ളത് പോലെ തന്നെ എനിക്കും ഇത് പുതിയ സ്ഥലം തന്നെയാണ്. കാരണം ഇത്രയും കാലം പൂനെയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റി കിട്ടിയതാണ്. അപ്പം നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് കണ്ടുപിടിച്ച് കുറേ സ്ഥലങ്ങൾ ഇഷ്ടമായിട്ട് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലം നോക്കിയിട്ട് നമ്മൾ ഇവിടെ ഗംഗാപൂർ ഡാം എന്ന് പറഞ്ഞിട്ട് ഒരു 16 kilometer അടുത്ത് ഉള്ളൂ. അപ്പം നമ്മൾ അവിടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഏതാതൊന്നും അറിഞ്ഞൂടെ, ആദ്യം ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഒരു വ്യൂ പോയിന്റ് എന്തൊക്കെയുള്ള സ്ഥലങ്ങളാണെന്ന് മാത്രമുള്ള ഐഡിയ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, കം. അങ്ങനെ ഇതാ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ബൈക്കിലാണ് പോകുന്നത്. നമ്മൾ രണ്ടുപേരും കൂടുതലും നമ്മൾ ബൈക്കിൽ തന്നെയാണ് പോവാറ്. പക്ഷേ ഇറങ്ങുമ്പോൾ ഒരു പ്രശ്നം പറ്റി. നമ്മൾ ഇറങ്ങുന്ന വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി ജാക്കറ്റും ഇതൊക്കെ ഇട്ടിട്ടാണ് പിന്നെ പോയത്. അങ്ങനെ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. ഏകദേശം എത്താനായിട്ടുണ്ട്. അടിപൊളി റോഡാണ് കേട്ടോ. നല്ല അവിടെ എത്തുന്ന വരെ നല്ല കിടിലം റോഡുകളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് റൈഡ് ചെയ്ത് പോകുമ്പോൾ ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ അടുത്തോട്ട് എത്താൻ നേരത്താണ് കുറച്ച് ചെളിയും ഇതൊക്കെ ഉള്ള റോഡുകളുള്ളത്. അതുവരെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റും. ഈ കുണ്ടും കുഴിയുള്ള റോഡുകൾ പോലും അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളത് ഏകദേശം എത്തിയിട്ടുണ്ട്. പുറത്ത് അവർ ബോർഡും കാര്യങ്ങളും, വ്യൂ പോയിന്റിലാണ് നമ്മൾ ആദ്യം പോയത്. ബോർഡും കാര്യങ്ങളും അവിടെ ബോട്ടിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴ ആയതുകൊണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ വേഗം ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. വൈകുന്നേരം സമയം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സൺസെറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കോട്ട് ഊരണം എന്നുള്ളതുകൊണ്ട് എൻ്റെ കയ്യിൽ മറ്റേ ടിക്കറ്റൊക്കെ തന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ തുറന്നു നോക്കിയത്. 200 ആട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആയത്. ഒരാൾക്ക് 100 ആണ് ടിക്കറ്റിന് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളിൽ കയറുമ്പം നല്ലൊരു വ്യൂ ആണ് കേട്ടോ. കയറുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ പ്രത്യേകിച്ച് ചെറിയ മഴയും ചാറ്റൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് കാണാനൊക്കെ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ കുറേ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഒരുപാട് പ്രൈവസി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എല്ലാവരുടെയും നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രൈവസി ഉണ്ടാവും. എന്നാലും കുറേ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റും. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സ്ഥലമാണ്. ആദ്യം ഞാൻ കുറേ ഒറ്റയ്ക്ക് എടുത്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുക്കാൻ തുടങ്ങി. പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ റീൽസൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ ആൾക്കാരുണ്ടായപ്പോൾ എനിക്ക് മടിയായി. അപ്പം നമ്മളത് വിട്ടു. പിന്നെ നമ്മൾ സ്റ്റോറി ഇടാനും അതിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് വീഡിയോ എടുത്തു. പിന്നെ ഇത് കണ്ടോ, ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാർക്കും അങ്ങനത്തെ പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മളൊരു കോഫിയും 2 സമൂസയും മേടിച്ചു. ഞാനാണ് മേടിക്കാൻ പോയത്. ഹിന്ദി മറാഠി ഒന്നും മര്യാദയ്ക്ക് അറിയാത്തതുകൊണ്ട് ഒരു പ്ലേറ്റിൽ തന്നെ 2 വലിയ സമൂസ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓരോന്ന് വാങ്ങിയാൽ മതിയായിരുന്നു ഒരു പ്ലേറ്റിൽ നിന്ന്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ വ്യൂ പോയിൻ്റൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ കേട്ടോ. ഇത് ഈ കുതിര നമ്മൾ വരുമ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. ആസ്തിക്ക് നമ്മൾ അതിൻ്റെ അടുത്ത് യാത്രയൊക്കെ പറയണ്ടേ. യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങി. അതിന് നമ്മൾ വണ്ടി എടുത്തു. നമ്മൾ വിചാരിച്ച പോലെ ഡാമിൻ്റെ ഇതിപ്പോൾ വ്യൂ പോയിൻ്റ് നമ്മൾ കണ്ടത്. നമുക്ക് ശരിക്കും ഡാമിൻ്റെ ഷട്ടർ കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വേഗം വണ്ടി എടുത്ത് ഇതാണ് അവിടേക്കുള്ള ഗേറ്റ്. അങ്ങനെ നമ്മൾ കയറി. ആ വഴി കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയായിരുന്നു കേട്ടോ. കുറച്ച് കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിട്ട് നമ്മളൊരു ഓഫ് റോഡ് ട്രെക്കിങ്ങിനൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. അത്രയും ബുദ്ധിമുട്ടുള്ളൊരു റോഡായിരുന്നു. പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടി നല്ല വ്യൂ ഒക്കെ കാണാമല്ലോ, നല്ല ഡാമിൻ്റെ ഷട്ടറിൻ്റെ അവിടെയൊക്കെ പോയി നിൽക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു
വെച്ചിട്ട് നമ്മളീ പോകുന്നത്. പക്ഷേ പോകുമ്പോൾ ഒരു അമളി പറ്റി. നമ്മൾ അവിടെ എത്തിയപ്പം അവിടെ നമ്മൾ നേരത്തെ ചോദിച്ചപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു കുന്തളിപ്പിന് നമ്മൾ പോയി നോക്കിയതാണ്. അപ്പോൾ അതാ അവിടെ പോലീസിൻ്റെ മറ്റേ ബോർഡും അങ്ങോട്ട് അകത്തേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടി ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂഞ്ചി തെറ്റി നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു. ആകെ നമുക്ക് വ്യൂ പോയിന്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നമ്മൾ പോകുന്ന സമയത്ത് ഷട്ടർ കുറച്ച് തുറന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ദൂരെയായിട്ട്. മേ ബി അതുകൊണ്ടായിരിക്കും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ലാന്നത്. എന്തായാലും നമ്മൾ പോയി വരുമ്പോഴൊക്കെ അതിലും നല്ല വ്യൂകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. എന്നോട് ചോദിക്കുവാണെങ്കിൽ എനിക്കിത് നല്ല വർത്തായിരുന്നു. അടുത്തായതുകൊണ്ട് തന്നെ അത്ര പ്രോബ്ലം ഒന്നും തോന്നിയിട്ടില്ല. ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ മഴ കാരണം നമുക്ക് സൺസെറ്റും കാണാൻ പറ്റിയിട്ടില്ല, ബോട്ടിങ്ങും ചെയ്യാൻ പറ്റിയില്ല. ബാക്കി എന്തുകൊണ്ടും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വേഗം വരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.